ഉപ്പൊക്കെ കളഞ്ഞ് മുളക് പുരട്ടി വെച്ചിരിക്കുന്ന ഉപ്പും മുളകും എന്ന് പറയാൻ പറ്റുന്നത് കേട്ടോ. ഉപ്പൊക്കെ കളഞ്ഞിട്ട് മുളക് പുരട്ടി വെച്ചിരിക്കുന്ന പല്ലിമീൻ ഞങ്ങളുടെ ഭാഷയിൽ കേട്ടോ. ഇനി പല്ലിമീൻ എന്ന് തന്നെ ആഡ് ചെയ്തേക്കാം, അല്ലെങ്കിൽ ഇനി വിഷയം ഉണ്ടാവണ്ടല്ലോ. അത് നമ്മൾ വെളിച്ചെണ്ണയിലേക്ക് ഇടുക കേട്ടോ, വറക്കാനായിട്ട്. വെളിച്ചെണ്ണയിലേക്ക് ഉണക്കമീൻ അല്ലേ, ഉണക്ക പല്ലിമീൻ കേട്ടോ. ഞങ്ങളുടെ ഇവിടെ പറയണ പേര് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളുടെ അവിടെയൊക്കെ എന്ത് പേരാ ഞങ്ങൾക്ക് അറിയില്ല. കാരണം ഓരോ സ്ഥലത്തും ഓരോന്നിനും പ്രത്യേകതകളാണ്. ഉണ്ട്, പാചകത്തിന് വരെ ഓരോ പ്രദേശത്തും ഉണ്ട്. ഒരുപാട് സ്ഥലങ്ങളില് മീൻകറിക്ക് വാളംപുളി ചേർക്കണത് എഴുതിയിട്ടുണ്ടായിരുന്നല്ലേ. ഞങ്ങളുടെ ഇവിടെ ഞങ്ങളുടെ ഫാമിലിയിൽ ഒരു കൊച്ചിനെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നേക്കണം. അവരുടെ വീട്ടിൽ ആ കൊച്ച് എപ്പോഴും പറയും ഇങ്ങനെ മീൻകറി വെക്കുമ്പോൾ ആൻറ്റി ഈ പുളിയല്ല ചേർക്കണം, വാളംപുളി എന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞപ്പോൾ ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട് അവരുടെയൊക്കെ ഏരിയയിൽ വാളംപുളിയാണ്. അതിൽ നമ്മുടെ പാലക്കാട്ടെ ചേച്ചി പറഞ്ഞിട്ടുണ്ട്, അവർ സ്ഥിരമായിട്ട് അവിടെ എന്താ ചെയ്യണമെന്ന് ഡോക്ടർ. അപ്പൊ പ്രാദേശികമായിട്ട് വരെ പാചക രീതികൾക്ക് വ്യത്യാസം ഉണ്ടാവും. ഒരു ചായ 10 വീട്ടിൽ നിന്ന് കുടിച്ചാൽ 10 രുചിയായിരിക്കും അതിന്. അപ്പൊ ഇവിടെ തന്നെ പല രീതിയിൽ ഇവളുണ്ടാക്കണം വേറെ രീതി, ഞാൻ ഉണ്ടാക്കണം വേറെ രീതി, അങ്ങനെയാ. അപ്പൊ പിന്നെ അങ്ങനെ വ്യത്യസ്തത എപ്പോഴും ഉണ്ടാവും കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, അതുകൊണ്ട് അവരുടെ മോശമാണെന്ന് നമ്മൾ പറയാൻ പാടില്ല അല്ലേ. നമ്മുടെയാണ് ഏറ്റവും നല്ലതെന്നും മറ്റുള്ളവരുടെ മോശമാണെന്ന് നമ്മൾ ഒരിക്കലും പറയരുത്. അവരുടെ സ്ഥലത്തെ രീതികൾ അവർ ഫോളോ ചെയ്യണം, നമ്മുടെ പ്രദേശത്ത് നമ്മൾ ഫോളോ ചെയ്യണം. തലമുറകളായിട്ട് പോയ ടേസ്റ്റ് നമുക്ക് ഇനി മാറ്റാൻ വിഷമമില്ല. കുറച്ചൊക്കെ ചേഞ്ചസ് അതിൽ വരുത്താന്നല്ലാതെ ഫുള്ളായിട്ട് നമുക്ക് മാറ്റാൻ പറ്റൂലല്ലോ. അപ്പം അതാട്ടോ അതിൻ്റെ മറുപടി. ഉണക്കമീൻ നമുക്ക് റെഡി ആയിട്ടുണ്ട്, വറുത്ത് റെഡിയാക്കി. ഇനി ഇത് എണ്ണ വാലാൻ, അത് നിങ്ങൾ കണ്ടേക്കണമല്ലേ. എണ്ണ വാലാനായിട്ട് നമുക്ക് അങ്ങ് വെക്കാം. അപ്പം ചൂട് കൊണ്ട് ഇച്ചിരി എന്തെങ്കിലും വേവൂറം ഉണ്ടെങ്കിൽ അത് ശരിയായിക്കോളൂ കേട്ടോ. ഇങ്ങനെ കയറ്റി വയ്ക്കാം, എണ്ണ കൂടി ഒഴിവാക്കാൻ.